അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മനോഹരമായ സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, സ്വലാത്തുകൾ ചൊല്ലേണ്ട, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന പറയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇഹലോക ജീവിതവും പാരത്രിക ലോക ജീവിതവും ഖൈറിലാക്കി തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക, കൂടെ ദിക്റുകൾ ചൊല്ലുക, ആമീൻ പറയുക, കഴിയുന്നവരൊക്കെ ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നോടുള്ള മഹബ്ബത്ത്, നിന്നോടുള്ള വിശ്വാസം, ഈമാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് അവസാനം വരെ ഇതിൽ തുടരാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ശൈത്താന്റെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഈമാൻ നിലനിർത്തണേ അല്ലാഹ്. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്നെ സ്നേഹിക്കുന്നവരിൽ, നിന്നെ ഇഷ്ടപ്പെടുന്നവരിൽ, നിന്നെ ഓർക്കുന്നവരിൽ, നിനക്ക് ദിക്റ് ചൊല്ലുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസുൽ ഈമാനെ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഹബീബായ മുത്തുനബിയിലേക്ക് സൂറത്തുൽ ഫാത്തിഹയാണ്. എല്ലാവരും ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്ത് ഹബീബായ മുത്തുനബിയിലേക്ക് അത് ഹദിയ ചെയ്യുക. അല്ലാഹു ഖബൂലാക്കട്ടെ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, റൗള കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ആമീൻ. സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ സവാബിനെ ഞങ്ങളുടെ ചങ്കിലെ ചോരയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ റൗളയിൽ ചെന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മക്ക കാണാൻ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് ഹജ്ജും ഉംറയും നിർവഹിച്ചവരുണ്ട്. ഇനിയും തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇതുവരെയും കഅബ കാണാത്ത ആളുകളുണ്ട്. റഹ്മാനേ, വലിയ സ്വപ്നമാണ്, ഭാഗ്യം നൽകണേ അല്ലാ. ആ മദീന കാണാൻ ഞങ്ങളുടെ മജ്ലിസ് ഒരു കാരണമാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വർഗത്തിലെ നിധിയാണെന്ന് മഹാന്മാര് പഠിപ്പിച്ച, ഹബീബായ മുത്തുനബി പഠിപ്പിച്ച ദിക്റാണ്. സ്വർഗത്തിലെ നിധിയാണ്, ഒരു നിധി തന്നെയാണത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന, കടങ്ങളൊക്കെ വീട്ടി കിട്ടുന്ന, മക്കളെ നന്നാക്കുന്ന ഒരു മഹത്വമുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്ർ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. لا حول ولا قوة إلا بالله 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 لا حول ولا قوة إلا بالله. റഹ്മാനേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ അതിമഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ ഉള്ളവരുണ്ട്, വീട്ടി തരണേ അല്ലാ. അതിനുള്ള സമ്പത്ത് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നല്ല ആഗ്രഹിക്കുന്ന ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുള്ള ജോലികളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, മനസമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ കിട്ടാനുള്ളവരുണ്ട്, അത് തരാൻ ഞങ്ങൾ കൊടുത്തവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മനസ്സിൽ തോന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന ദീനുള്ള ഖുർആൻ ഓതുന്ന നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ലാ. ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നവരാണ്, ജീവിതം തള്ളി നീക്കുന്നവരാണ് നാഥാ. ഞങ്ങൾക്ക് അല്പം സമാധാനമുള്ളത് ദിക്റുകൾ ചൊല്ലുമ്പോഴാണ്, അല്പം സന്തോഷം കിട്ടുന്നത് നീയുമായി സംസാരിക്കുമ്പോഴാണ്. അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ തട്ടിക്കളയല്ല അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ദുആക്ക് ഇജാബത്തുള്ള ഏതൊരു പ്രാർത്ഥനയിലും നിർബന്ധമായും ഉൾക്കൊള്ളിക്കേണ്ട, ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നത് വലിയ മഹത്വമുള്ള ഒരു സൽക്കർമ്മമാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കി തരട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുറ്റങ്ങളോടെ ഞങ്ങളുടെ ജനാസ ഖബറിൽ വെക്കല്ല അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് സകല പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹസുലാക്കി തരണേ അല്ലാ. അസുഖങ്ങളെ ഭേദമാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. കൈമുട്ട് വേദന, തോള് വേദന, തലവേദന, ഊരവേദന, കാൽമുട്ട് വേദന, കിഡ്നി രോഗമുള്ളവർ, കരൾ രോഗമുള്ളവർ, ഷുഗർ ഉള്ളവർ, പ്രമേഹമുള്ളവർ, ഇങ്ങനെ 100 കണക്കിന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാ. ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളെ വേദനിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഒന്നിനും കഴിവില്ലാത്ത പാപികളായ ദോഷികളായ ആളുകളാണ് ഞങ്ങള്. റഹ്മാനേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് മുറാദുകളുള്ളവരാണ്, ജോലികളില്ലാത്തവരാണ്, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, വീടില്ലാത്തവരാണ്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരാണ്, പൂർത്തിയാക്കാൻ കഴിയാത്തവരാണ്. റഹ്മാനേ, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ഫലമായി ഞങ്ങളുടെ വഴികളിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ലാ. എല്ലാ ആപത്തു മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മനസമാധാനം കിട്ടാനുള്ള ഒരു ദിക്റാണ്. മനസമാധാനം കിട്ടാനുള്ള ഒരു ദിക്ർ എല്ലാവരും കൂടെ ചൊല്ലുക. അല്ലാഹു ഖബൂലാക്കട്ടെ. سلام قولا من الرب الرحيم 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 سلام قولا من الرب الرحيم. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് മനസമാധാനം നൽകണേ അല്ലാ. മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ക്ഷമ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തന്ന് സമാധാനം നൽകണേ അല്ലാ. മക്കളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ജീവിതം കൊണ്ട്, ആരോഗ്യം കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. മനസമാധാനത്തോടെ നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, കിടന്നുറങ്ങാൻ, ആരാധനകൾ ചെയ്യാൻ, ജീവിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ സമാധാനം നൽകണേ അല്ലാ.
പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ്. ഹബീബായ മുത്തുനബിയുടെ പേരിൽ അല്പം സ്വലാത്ത് ചൊല്ലാം. സ്വലാത്തില്ലാത്ത ദിക്റിന്റെ ഹൽഖ ബറക്കത്തില്ലാത്തതാണ്, ദുആ ഇജാബത്തില്ലാത്തതാണ്. സ്വലാത്ത്, അള്ളാഹു നമ്മുടെ ഏത് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിലും സ്വലാത്ത് അതിൻ്റെ കൂടെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പ്രതീകമാണ് സ്വലാത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഞങ്ങളുടെ ഹബീബായ മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ റൗള കാണാൻ, റൗളയിൽ നിസ്കരിക്കാൻ, അവിടുത്തെ പുൽകിയ മദീന കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബിന്റെ ചാരത്ത് ചെന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി ജനിച്ച മക്കയൊന്ന് കാണാൻ, പരിശുദ്ധ ഹറം പള്ളി കാണാൻ, ഹജറുൽ അസ്വദിലൊന്ന് ചുംബനം നൽകാൻ, കഅബാലയം കൺകുളിർക്കെ കാണാൻ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ദുർഘട സമയങ്ങളിലും അള്ളാഹു നമുക്ക് സന്തോഷം നൽകുന്ന, ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് സമാധാനത്തിലേക്ക് അള്ളാഹു നമ്മെ കൊണ്ടുവരുന്ന, അത് കടങ്ങളാവട്ടെ, രോഗങ്ങളാവട്ടെ, മറ്റുള്ള പ്രശ്നങ്ങളാവട്ടെ, അള്ളാഹു മനസമാധാനം നൽകുന്ന പരിശുദ്ധ ഖുർആനിലെ അത്ഭുതം നിറഞ്ഞ ഒരു മനോഹരമായ ആയത്തുണ്ട്, നമുക്കൊക്കെ സുപരിചിതമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു സംരക്ഷണം ഒരുക്കിയ ആയത്ത്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا
إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, മറ്റുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അയൽവാസികളെ കൊണ്ട് പെട്ടുപോയവരുണ്ട് അല്ലാഹ്, ജോലി സ്ഥലത്ത് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയ വേദന മനസ്സിൽ മാറാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായി ജീവിക്കുന്നവരാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ലോകം തന്നെ കീഴ്പ്പെടുത്തി കൊടുത്ത, ഇബ്രാഹിം നബിയുടെ ഓർമ്മ പുതുക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന, അങ്ങനെ അമ്പിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇത്രയും മനോഹരമായ പവിത്രത നൽകിയതിന്റെ പിന്നിലെ രഹസ്യം അല്ലാഹുവിനോടുള്ള മഹബ്ബത്തായിരുന്നു. ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇബ്രാഹിം നബിയുടെ കൂടെ സ്വർഗം പുൽകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. حسبنا الله ونعم الوكيل 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 حسبنا الله ونعم الوكيل. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് ശിഫാ നൽകണേ അല്ലാഹ്. രോഗിയായി നരകിച്ച് ഞങ്ങളെ ജീവിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, സർവ്വ സൗഭാഗ്യവും ഇബ്രാഹിം നബിക്ക് നൽകിയതുപോലെ ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. നല്ല വീട്, നല്ല വാഹനം, നല്ല ജീവിതം, നല്ല ഭക്ഷണം, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളൽ ദിക്റാണ്. ദിക്റുകളുടെ രാജാവായ, എല്ലാ ദിക്റുകളും ഈ ദിക്റിന്റെ പിന്നിലാണ്, താഴെയാണ്, ലീഡറാണ് ഈ ദിക്റ്. ഈ ദിക്റിനെ മുറുകെ പിടിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം മനോഹരമായി മാറും. ജീവിതം മാത്രമല്ല, മരിക്കുന്ന സമയത്ത് നാം രക്ഷപ്പെടും, ഖബറിൽ രക്ഷപ്പെടും, പാരത്രിക ലോകത്ത് രക്ഷപ്പെടും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ദിക്ർ ചൊല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ
إله إلا الله لا 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 إله إلا الله സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ ദിക്റുകളുടെ രാജാവായി ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഖബറിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ബർസഖിയായ ജീവിതത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നാളെ പാരത്രീക ലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹു മഹാനായ കാരുണ്യവാനാണെന്ന് അർത്ഥമുള്ള അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു മനോഹരമായ ഇസ്മാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. يا رحمن يا الله 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 يا رحمن يا الله. അല്ലാഹുവേ, ഖബൂലാക്കണേ അല്ലാ. ഈ മഹത്തായ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹസുലാക്കി തരണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ കവാടം ഞങ്ങളിൽ വർഷിപ്പിക്കണേ അല്ലാ. മനസമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ദീനുള്ള നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിന് ഹംദ് പറയുന്ന, അല്ലാഹുവിന് സ്തുതി പറയുന്ന, അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ദിക്റാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. الحمد لله 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 الحمد لله. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ചൊല്ലിയ ഹംദിനെ സ്വീകരിക്കണേ അല്ലാ. അതിന്റെ സവാബുകളെ ഹബീബിലേക്ക് എത്തിക്കണേ അല്ലാ. മൺമറഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വിജയികളായി പരിഗണിക്കണേ അല്ലാ. വിജയികളായി പരിഗണിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹു പ്രത്യേകമായി ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം നൽകും. എല്ലാവർക്കുമില്ല. കടങ്ങൾ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ചില ആളുകളുടെ കടങ്ങൾ അള്ളാഹു പെട്ടെന്ന് വീട്ടിക്കൊടുക്കും. ചില ആളുകളുടെ അസുഖങ്ങൾ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ്, ഭേദമാവുകയില്ല എന്ന് പറഞ്ഞ അസുഖങ്ങൾ അള്ളാഹു ചില ആളുകൾക്ക് ഭേദമാക്കി കൊടുക്കും. ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴും ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റിത്തരും.
അതിന് നാം ചൊല്ലേണ്ട ദിക്റാണ്. യാ റഹീമു യാ അല്ലാഹു യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹീമു യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ അതിമഹത്വായ ഇസ്മാണ് ഞങ്ങൾ ദിക്റായിട്ട് ചൊല്ലിയിട്ടുള്ളത്. ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ്, നിറവേറ്റി തരണേ അല്ലാഹ്. മക്കളുടെ കല്യാണം കാത്തു നിൽക്കുന്നവരുണ്ട്, ഓപ്പറേഷന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്, ഭേദമാകുമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, വീട് പണി പാതി വഴിയിലിട്ടവരുണ്ട്, വീട് വാങ്ങണം, സ്ഥലം വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ 100 കൂട്ടം കാരണങ്ങളുമായി കാത്തിരിക്കുന്നവരാണ് അല്ലാഹ്. ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു മാപ്പ് നൽകുന്നവനാണ് എന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മനോഹരമായിട്ടുള്ള അള്ളാഹുവിന്റെ നാമമാണ്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ, അല്ലാഹു ഖബൂലാക്കി തരട്ടെ. يا غفور يا الله 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 يا غفور يا الله. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. മാപ്പ് നൽകുന്ന നാഥാ, ഞങ്ങൾ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. കൈകൊണ്ട്, കാലുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, അങ്ങനെ അനേകമായിരം അവയവങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഓർത്തുപോയവരാണ്, ചെയ്തു പോയവരാണ്. മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വഴിയിലുള്ള പ്രതിസന്ധികളെ മാറ്റിയിട്ട് നല്ല ഒരു മാർഗം നമുക്ക് തുറന്നു തരും എന്നർത്ഥം വരുന്ന അല്ലാഹുവിന്റെ ഇസ്മാണ്. നമ്മളിങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? അസുഖം ഭേദമാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുന്ന സമയത്ത് അള്ളാഹു നമുക്കതിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. യാ ലതീഫു യാ അല്ലാഹു യാ ലതീഫു യാ അല്ലാഹ് 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 യാ ലതീഫു യാ
الله يا لطيف يا 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 الله. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭംഗിയാക്കാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണമല്ലോ, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണമല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല റഹ്മാനേ. എല്ലാം നൽകുന്ന രാജാതിരാജനായ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി അവസാനമായിട്ട് നാം ചൊല്ലുന്നത് നരകമോചനത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മനോഹരമായിട്ടുള്ള ദിക്റാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് നരകം. ആളിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പിലേക്ക് നമ്മളിങ്ങനെ കൈ കാണിച്ചാൽ എത്രത്തോളം വേദനയുണ്ടാവും. നമ്മുടെ ചുറ്റുഭാഗത്തും കയ്യിലും കാലിലും പല ഭാഗങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന തീഗോളമാണ് നരകം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. اللهم أجرني من النار 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 اللهم أجرني من النار. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ. കത്തിയാളുന്ന ഭീകരമായ നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ കാവല് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹസിലാക്കി തരട്ടെ. എന്താണോ മനസ്സിൽ നീ ഉദ്ദേശമുള്ളത്, ആ നിയ്യത്തിനെ മനസ്സിലിങ്ങനെ കരുതിയിട്ട് അള്ളാഹു എൻ്റെ ഉദ്ദേശം സഫലമാക്കി തരുമെന്ന പ്രതീക്ഷയോടുകൂടെ രണ്ട് കൈകളും മലർത്തിയിട്ട് റബ്ബിനോട് ദുആയിരക്കുന്ന സമയം ആമീൻ പറയുക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ സവാബുകളെ ഹബീബായ മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കളിലേക്കും മൗലിയാക്കളിലേക്കും സലഫുസ് സ്വാലിഹീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സലഫുസ് സ്വാലിഹീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. മരണം വരെ നിന്റെ ത്വഅത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിലേക്ക് സ്വർഗ്ഗത്തിന്റെ പ്രകാശങ്ങൾ എത്തിക്കണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, വലിയ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള, അറ്റാക്ക് പോലെയുള്ള, ട്യൂമർ പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ കാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുള്ളവരാണ്, കൊടുത്തു വീട്ടാനുള്ള മനസ്സ് നൽകണേ അല്ലാ, അതിനുള്ള ജോലി നൽകണേ അല്ലാ, വരുമാനം നൽകണേ അല്ലാ, വരുമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദുകളെല്ലാം സഫലീകരിച്ചു തരണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല അയൽവാസികളെ നൽകണേ അല്ലാ, അയൽവാസികളെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ-റഹീമായ രാജസയ്യിദായ അല്ലാ, ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ധാരാളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളാണ്, മനസമാധാനം നൽകണേ അല്ലാ, മനസമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായി മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. പടച്ചവനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, വിസയെടുത്ത് പ്രവാസ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരുണ്ട്. അർഹമായ ജോലി നൽകണേ അല്ലാ, അർഹമായ ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ മരണം വരെ ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളുണ്ട്, ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട്. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗപ്പൂങ്കാവനമാക്കണേ അല്ലാ. അവരുടെ ഖബറിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റൗളയിൽ ചെന്ന് സലാം പറയാൻ, ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ, ആ പരിശുദ്ധമാകുന്ന കഅബാലയം ഒന്ന് ചുറ്റാൻ, തവാഫ് ചെയ്യാൻ, അല്ലാഹുവേ അവിടുത്തെ സംസം വെള്ളം ഒന്ന് കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നാളെ പാരത്രീക ലോകത്ത്, നാളെ എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ലാ. നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ധാരാളം സഹോദരിമാർ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, റഹ്മാനായ നാഥാ എല്ലാവരുടെയും ഉദ്ദേശങ്ങളെല്ലാം സഫലീകരിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ചു തരണേ അല്ലാ. എന്ത് നീയത്താണ് മനസ്സിൽ കരുതിയിട്ടുള്ളത്, ആ നീയത്തിന്റെ ഫലം കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ, ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.